പോകുന്നത് കുറച്ച് സാഹസികമായ യാത്രയാണ് കേട്ടോ. നല്ല മഴയുണ്ട്. അപ്പോൾ കുറേ നാളായി നമ്മൾ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും കോട്ടിട്ട് ഞാൻ അതിനകത്ത് കുട പിടിക്കുന്നത് അല്ലേ? ഒന്നുമല്ല, വീഡിയോ എടുക്കണമെങ്കിൽ എൻ്റെ ഫോൺ നനയുമല്ലോ, വാട്ടർ പ്രൂഫ് അല്ലല്ലോ ഫോൺ. അപ്പം നമുക്ക് പോവാം കേട്ടോ. ഇതാ മുന്നിൽ അവരെല്ലാം നടക്കുന്നുണ്ട്. ഓക്കെ, കാണാം. അപ്പം സാഹസികം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, പിള്ളേരെയും കൂട്ടിയിട്ട് പോകുന്നതുകൊണ്ടാണ് കുറച്ചൊരു സാഹസികം എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ മാത്രമാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, മക്കൾ ഒരേ വാശി വരുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താന്ന് കൂട്ടാ, നമ്മൾ ഇത്ര ആളില്ലേന്ന് വെച്ചിട്ട് കൂട്ടിയതാണ് കേട്ടാ. അപ്പം നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ഇതാ അബീത് ആരോ തല്ലാൻ പോകുന്ന പോലെ പോകുന്നുണ്ട് കേട്ടാ. നിങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ. നമ്മൾ റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കും നിങ്ങൾ എവിടെയാ എടുത്തേക്കാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ആർമാദിച്ച് ഉല്ലസിച്ചിട്ടാണ് പോകുന്നത്. നല്ല കാടിലൂടെ പോകുമ്പോൾ എല്ലാവരും കൂടി ആകുമ്പം പേടിയൊന്നുമില്ല, പക്ഷേ ഒറ്റക്കാറ്റാണെങ്കിൽ സത്യത്തിൽ പേടിച്ചിട്ടുണ്ടാവും. അതുപോലെയുള്ള സ്ഥലങ്ങളാണ്, അങ്ങനെ ആൾത്താമസവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ. പിന്നെ ചക്കരയും ഇതെല്ലാം ഇവിടെ അധികം ആൾക്കാർ പോകുന്ന സ്ഥലമായതുകൊണ്ട് പിന്നെ അത്ര വലിയ സീനില്ല. പിന്നെ പോകുമ്പേ അവിടുന്ന് ഒരേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ 2-3 മരം പൊട്ടി വീണിട്ടുണ്ട്, അപ്പം വഴി ബ്ലോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെങ്ങനെയാണെന്ന് നോക്കാം, ഏതായാലും കീഞ്ഞതല്ലേന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ഒരു മരം പൊട്ടി വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ അവിടെ മരം പൊട്ടി വീണിട്ടുണ്ട്, അതും വഴിക്ക് തന്നെയാണ്. പിന്നെ നമ്മൊന്ന് വിചാരിച്ച പിന്നെ അത് നടത്തൂലേ, അതിലൂടെ മണങ്ങി കഴിഞ്ഞിട്ടായാലും നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതെങ്ങനെ നിങ്ങൾ വിചാരിക്കും ഇതാ കോട്ടിട്ടിട്ട് എന്താ കുട പിടിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. ഒന്നും കൊണ്ടല്ല, മിന്നുവിൻ്റെ കോട്ട് ആണെങ്കിൽ തലയിലെടുത്ത് തന്നെ തോട്ടിയുണ്ട്, അതുകൊണ്ടാണ് മിന്നൂസിന് കുട പിടിച്ചു കൊടുക്കുന്നത്. കാരണം തല നനയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം അതിനിടയ്ക്ക് രഞ്ജിഷയുടെ ചെരുപ്പാണെങ്കിൽ ഒരുമാതിരി ചെരുപ്പ് കൂട്ടിട്ട് വന്നിട്ട് ഓളാന്ന് കിടക്കിടക്കേ ഇതന്നെ ചെരുപ്പ് റെഡിയാക്കുന്ന പണി. പിന്നെ ഇതാ ചക്കര മിന്നുവിനെ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ചക്കരക്ക് പിന്നെ ഇതെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളെല്ലാം ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുന്നത്. ഇപ്പം 2ാമത്തെ മരം ഇതാ പൊട്ടി വീണത് വന്നിട്ടുണ്ട്. 2ാമത്തെ മരവും കടന്ന് നമ്മൾ പോവുകയാണ് ഗൈസ്. എങ്ങോട്ടെന്നില്ലാത്തൊരു പോക്കാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. നല്ല പേടി എന്ന് പറഞ്ഞാൽ മക്കളും കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഇവരില്ല ധൈര്യത്തിൽ പോകുന്നതാണ് കേട്ടോ. അപ്പം ചക്കര പറയുന്നുണ്ട് ചേച്ചിയുടെ മനുഷ്യനെ തിന്നുന്ന പാമ്പുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് എൻ്റെ കിളി പോയിരിക്കുകയാണ്. പക്ഷെ ഞാൻ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല എന്നേയില്ല കേട്ടോ. ചിരിച്ചോണ്ട് പോകുന്ന എന്നെ നിങ്ങൾ കാണൂലൂ. പിന്നെ അവിടെ എത്തിയിട്ടാണെങ്കിൽ നമ്മൾ ഇതുണ്ടല്ലേ, കാടാണ്, ഫുൾ കാട് നിറഞ്ഞ സ്ഥലമാണ്. പിന്നെ ഒരു അരങ്ങാണ്, മക്കൾക്കായാലും നല്ല രസമായിരുന്നു. പിന്നെ ഇതാണ്ടില്ല നമ്മൾ പോകുന്ന വഴിക്ക് ഇത് റോഡാണ്, റോഡിനേക്ക് തന്നെ ഒരു മരം പൊട്ടി വീണിട്ടുണ്ട്. പിന്നെ വെച്ച് വഴി ഉണ്ടാക്കി പോവാന്ന്. കുറച്ച് വീഗാലാൻഡ് പോലെയെല്ലാം ചെയ്യാമല്ലോ. വീഗാലാൻഡിൽ നമ്മളിങ്ങനെ നിരങ്ങി പോകുന്ന സ്ഥലം കണ്ടിട്ടേ, അതുപോലെ ഇതാ ചക്കര നിരങ്ങി പോകുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെയാണ് പോയിട്ടുണ്ടായത്. പിന്നെ ചക്കര ഫസ്റ്റ് പോയി, പിന്നെ എല്ലാവരെയും ഇറക്കിയോള്. പിന്നെ അങ്ങനെ റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയത് കേട്ടോ. ഇനിയിപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഇനി മക്കളെയൊന്നും കൂട്ടൂല, അത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇനിയിപ്പം നമ്മൾ മാത്രമേ പോകൂ എന്നുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത്. ഇന്ന് ലീവ് ദിവസം ആയതുകൊണ്ടാണ് അവരെ കൂട്ടേണ്ടി വന്നത് കേട്ടോ. പിന്നെ കണ്ടില്ല, നല്ല രസമില്ലേ, എന്താ രസമല്ലേ. നല്ല ഒരു മഴയും കൂടി ഇല്ലെങ്കിൽ അടിപൊളിയായിരുന്നു. മഴയും കൂടി ആയതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായത്. വീഡിയോസ് എടുക്കാനായാലും പറ്റിയിട്ടില്ല, ഫോണാണെങ്കിൽ നനയുന്നും ഉണ്ടായിരുന്നു. പിന്നെ സത്യത്തിൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ ഒരു പേടി. ഞാൻ ആദ്യമായിട്ടാണ് വെള്ളച്ചാട്ടം കാണുന്നത്. നിങ്ങൾ വിചാരിക്കും ആദ്യമായിട്ട് കാണുന്നത്, അയ്യേന്നൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ ഫസ്റ്റ് ടൈമാണ് വെള്ളച്ചാട്ടം കാണുന്നത്. ഇതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായിട്ട് പോലും എനിക്ക് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ടൈം പറയുമ്പം ഞാൻ ഇങ്ങനെ വെള്ളച്ചാട്ടം ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടാണ്. അടുത്തുനിന്നും കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് വെള്ളം തീ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഞാൻ അബീനോട് പറഞ്ഞു പോണ്ടണേ പിള്ളേരെയും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു ഏതായാലും ഇവിടെ വരെ വന്നേല്ലേ, നമുക്ക് അങ്ങോട്ട് പോവാ പറഞ്ഞിട്ട് അങ്ങനെ പോയി. എന്നാലും ഞാനധികം അടുത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ, മക്കളെയും അടുത്തേക്കൊന്നും വിട്ടിട്ടില്ല. രഞ്ജുവും ചക്കരയും കുഞ്ഞിയും എല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് പിന്നെ ഇതെല്ലാം എക്സ്പീരിയൻസ് ആണ്, അവരെല്ലാം അധികം പോകുന്ന ആൾക്കാരായതുകൊണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറേ ഇപ്പുറത്തുള്ളൊരു കല്ലിൽ നിന്നിട്ടാണ് വീഡിയോസൊക്കെ എടുത്തിട്ട്. ഏതായാലും പോയതല്ലേ, ആഗ്രഹം തീർക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. കണ്ടില്ലേ എന്തൊരു ശക്തിയിലാണ് വെള്ളം വരുന്നത് നോക്കിയാട്ടെ, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര പവറാണ്, ഈ കാണുന്നത് പോലെയല്ല, അതിനെക്കാട്ടിയും പവറിലാണ് വെള്ളം വരുന്നത്. ഒഴുക്കാണെങ്കിൽ നല്ല ഒഴുക്കും ഉണ്ട് കേട്ടോ.
പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിമനോഹരമായിരുന്നു നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഒത്തിരി ഇഷ്ടമായി ഈ യാത്ര. മിന്നൂസിന് പിന്നെ കുപ്പായ അലർജിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം മിന്നൂസിൻ്റെ കുപ്പായൊക്കെ ഊരിയിട്ടുണ്ട്. പിന്നെ മിന്നൂസിന് ഇങ്ങോട്ട് വരുന്നത് കയറ്റായതുകൊണ്ട് തന്നെ ഓള് നടക്കുന്നുണ്ടായിട്ട് കേട്ടോ. പിന്നെ മാറി എടുത്തു. ഒരാളിതാ മീൻ പിടിക്കാനിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു മരം വീണത് കണ്ടിട്ട് ഞാൻ കാറ്റാടി തണലും പാട്ടും ഒക്കെ പാടി എൻജോയ് ചെയ്തിട്ട് നമ്മൾ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ.